നമുക്ക് തൃശ്ശൂരിലേക്ക് പോകാം. സാരംഗ് ചേരുകയാണ് അവിടെ നിന്ന് നമ്മളോടൊപ്പം ഇലക്ഷന്റെ സമഗ്ര വിവരങ്ങൾ നൽകാനായി. സാരംഗ്, ഗുഡ് മോർണിംഗ്. ഏതായാലും തൃശ്ശൂർ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ഒരിടം കൂടിയാണ്. ഏതായാലും വോട്ടെടുപ്പ് കഴിഞ്ഞ് വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞപ്പോൾ മുന്നണികളുടെ കണക്ക് കൂട്ടലുകൾ എങ്ങനെയാണ് സാരംഗ്? എന്താണ് അവർ പ്രതീക്ഷിക്കുന്നത്? മനു തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് കോർപ്പറേഷനാണ്, അതായത് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. ആ കോർപ്പറേഷൻ ആര് പിടിച്ചടക്കും എന്നുള്ള ഒരു കാര്യമാണ് നിലവിൽ പ്രതീക്ഷയോടെ ഈ മൂന്ന് മുന്നണികളും കാത്തിരിക്കുന്നത്. എന്തുതന്നെയാലും വലിയ ഒരു മുന്നേറ്റം സൃഷ്ടിക്കാൻ ഇടതുപക്ഷത്തിനാവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകിട്ടോടുകൂടി വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ജില്ലയിൽ 72.48% മൊത്തം പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 27 ലക്ഷത്തോളം വോട്ടർമാരാണ് ജില്ലയിൽ ആകെയുള്ളത്. അതിൽ 19 ലക്ഷത്തിലധികം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെ 7 നഗരസഭകളാണുള്ളത്. ഈ 7 നഗരസഭകളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടുങ്ങല്ലൂർ നഗരസഭയാണ്. അവിടെ 77.41% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശ്ശൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 16 എണ്ണമാണുള്ളത്. അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിലാണ്. 77.19%. ഇനി തൃശ്ശൂർ കോർപ്പറേഷൻ പരിശോധിക്കുകയാണെങ്കിൽ 62.45%. ജില്ലാ പഞ്ചായത്ത് പരിശോധിക്കുകയാണെങ്കിൽ 73.68% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനാലും വലിയ മുന്നേറ്റമായിരുന്നു. അതായത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നേരിയ കുറവുണ്ട്. കഴിഞ്ഞ വർഷം 75% വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇത്തവണ 72 രേഖപ്പെടുത്തിയിട്ടുള്ളത്. നേരിയ വ്യത്യാസമുണ്ടെങ്കിലും മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രചരണമായിരുന്നു. പ്രചരണ രംഗത്ത് വലിയ രീതിയിൽ സജീവമായിരുന്നു. അതായത് ഈ കോർപ്പറേഷൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലയിൽ നടപ്പിലാക്കിയിട്ടുള്ളത് വലിയ വികസന പ്രവർത്തനങ്ങളാണ് എടുത്തു പറയേണ്ടത്. അതായത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ലാലൂരിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള IM വിജയൻ്റെ പേരിലുള്ള സ്റ്റേഡിയം, അങ്ങനെ മികവാർന്ന വികസനങ്ങൾ, അതായത് കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ റോഡ് വികസനം, നഗരവികസനം, അങ്ങനെ എല്ലാ മേഖലകളിലും നഗരസഭകൾ കേന്ദ്രീകരിച്ചും ഇടതുപക്ഷ ഭരണ നേതൃത്വത്തിന് കീഴിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അത് മുൻനിർത്തിയാണ് ഇത്തരത്തിൽ തൃശ്ശൂരിലെ ഇടതുപക്ഷ മുന്നണി പ്രചരണ രംഗത്തുണ്ടായിരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് നിലനിർത്തുക അല്ലെങ്കിൽ അധികാരം പിടിക്കുക എന്നുള്ള ഒരു കാര്യമാണുള്ളത്. എന്നാൽ പക്ഷേ അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം തുടക്കം മുതലേ തന്നെ കോൺഗ്രസിനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അത് സാമ്പത്തികമായിട്ടുള്ള ആരോപണങ്ങൾ, DCC പ്രസിഡന്റിനെതിരെയുള്ള ആരോപണങ്ങൾ, ഈ പ്രവർത്തകർക്കിടയിൽ തന്നെ സാധാരണ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അമർഷമുണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളെ അടക്കം തഴഞ്ഞുകൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളെ സ്ഥാനാർത്ഥികളാക്കുന്നു. അതൊക്കെ വോട്ടിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് തന്നെ യാതൊരു തർക്കവും ഉണ്ടായില്ല. അതിൻ്റെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ കഴിയാതെ തന്നെയാണ് ഈ കോൺഗ്രസ് ഇലക്ഷനെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ നാളെ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നങ്ങളൊന്നും, അതായത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കൃത്യമായ ചിട്ടയോടെ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നു. അത് എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുന്നു. മുതിർന്നവരെ പരിഗണിക്കേണ്ടടുത്ത് മുതിർന്നവരെ തന്നെ പരിഗണിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് ഈ കൊറോണ, അതുപോലെ തന്നെ പ്രളയം, ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. നമ്മളൊക്കെ പല വാർത്തകളിലും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ചെറുപ്പക്കാരെ ഇറക്കിക്കൊണ്ട് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മുന്നേറ്റം. പ്രചരണ രംഗത്തും അവർ സജീവമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി BJPയെ സംബന്ധിച്ചാണെങ്കിൽ വലിയ രീതിയിലുള്ള വളർച്ച കഴിഞ്ഞ കാലങ്ങളിലൊന്നും തന്നെ BJPക്ക് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണയും അത്തരത്തിൽ വലിയ വളർച്ച ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും പരമാവധി സീറ്റുകൾ പിടിച്ചടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളായിരുന്നു BJP നടത്തിയിരുന്നത്. എന്തിനേലും നാളെ ഇതിലൊരു പരിസമാപ്തി ഉണ്ടാകും. ജില്ലയിൽ എന്താകും ജനവിധി എന്നറിയാൻ ജില്ലയിൽ എന്താകും സ്ഥിതി എന്നറിയാൻ വേണ്ടിയിട്ട്, തൃശ്ശൂർ കോർപ്പറേഷനൊക്കെ എങ്ങനെയാകുമെന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.